ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ഫുട്ബോൾ പരിശീലനത്തിൽ സജീവമാകുകയാണ് എറണാകുളം അരയൻകാവിലെ ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജേഴ്സി, ബൂട്ട് തുടങ്ങിയവ എല്ലാം സൗജന്യമായാണ് നൽകുന്നത്. കളിക്കളങ്ങൾ സജീവമായാൽ ലഹരിക്കളങ്ങൾ മായുമെന്ന കാര്യം ഉറപ്പാണ്. നാട്ടിൻപുറങ്ങളിലും മറ്റുമുണ്ടായിരുന്ന കളിക്കളങ്ങൾ ഇല്ലാതായതോടെയാണ് കുട്ടികളെ ലഹരി മാഫിയ ലക്ഷ്യം വെക്കാൻ ആരംഭിച്ചത്. ഈ അവധിക്കാലത്ത് അതിന് പരിഹാരവുമായാണ് എല്ലാ വർഷത്തെയും പോലെ അരയൻകാവ് ദുർഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത്. തൃപ്പക്കുടം കേന്ദ്രമായി 1 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നൽകുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച പരിശീലകരാണ് കുട്ടികളെ കളിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാനായി എത്തുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജേഴ്സി, ബൂട്ട് തുടങ്ങി കളിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ക്ലബ്ബ് തന്നെ സൗജന്യമായി നൽകും. ജൂബിയാണ് കോച്ചിങ് നടത്തുന്നതല്ലേ? എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. അപ്പൊ എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാലൊക്കെ വ്യത്യസ്തമായി? ഒരുപാട് സ്ട്രെങ്ത് നമുക്ക് ഈ വർഷമുണ്ട്. ഈ വർഷം നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സവിശേഷത. കഴിഞ്ഞ വർഷം നമുക്ക് ഒരാളായിരുന്നു, ഈ വർഷം നമുക്ക് അതിലേറെ 10 പേരെ അടുപ്പിച്ച് നമുക്ക് ഗേൾസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ പരിശീലകര് നിങ്ങൾ രണ്ടുപേരുമാണല്ലേ? അതെ. എങ്ങനെ കുട്ടികളുടെയൊക്കെ ഒരു സമീപനമൊക്കെ എങ്ങനെയുണ്ട്? കുട്ടികളുടെ എല്ലാവർക്കും കളിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓരോ വർക്കൗട്ടും അവർ അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതിലുപരി നമ്മൾ രാവിലെ 7 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6:30, 6:45 ആകുമ്പോൾ തന്നെ എല്ലാ കുട്ടികളും ഗ്രൗണ്ടിൽ എത്തുന്നുണ്ടെന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരു വിശേഷം. കളിക്കളങ്ങൾ സജീവമാകുന്നതോടെ കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം വർദ്ധിക്കുകയും ലഹരിയുടെ വലയത്തിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെട്ട് നല്ല ശീലങ്ങളിലേക്ക് തിരികുകയും ചെയ്യുമെന്നാണ് ക്ലബ്ബ് നടത്തിപ്പുകാർ പറയുന്നത്. എല്ലാ അവധിക്കാലങ്ങളിലും ഇങ്ങനെ കായിക പരിശീലനവുമായി ദുർഗ ക്ലബ്ബ് സജീവമാകാറുണ്ട്. എത്ര വയസ്സ് മുതലുള്ള കുട്ടികളാണ്? 7 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. 7 വയസ്സുള്ള പാർത്ഥിബ് എന്ന് പറഞ്ഞൊരു കുട്ടി മുതൽ ഒരു 19 വയസ്സുള്ള ദേവൂട്ടർ എന്ന് പറഞ്ഞ അപ്പൊ 3 കാറ്റഗറി ആയിട്ട് തിരിച്ച് അവർക്ക് അവരുടെ ഏജിനും അവരുടെ ശാരീരിക ക്ഷമതയ്ക്കും അനുസരിച്ചാണ് നമ്മൾ ആ 3 കാറ്റഗറി ആയിട്ട് തിരിച്ച് അവർക്ക് കോച്ചിങ് ക്യാമ്പ് കൊടുക്കുന്നത്. പരിശീലകരായിട്ട് ആരൊക്കെയാണ്? പരിശീലകരായിട്ട് 2 വനിതാ കോച്ചുമാരാണ് ഉള്ളത്. പിന്നെ ഒരു വിദേശ കോച്ചും നമുക്ക് തന്നെ അടുത്ത ദിവസം തന്നെ വരും. പിന്നെ ഇതിൽ തന്നെ പരിശീലനം നേടിയ വിദഗ്ധരായ നമ്മുടെ തന്നെ കുട്ടികൾ 7-8 ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്ത കുട്ടികൾ നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. അവർ ഏറ്റവും നന്നായിട്ടാണ് പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതനുസരിച്ചുള്ള മാറ്റങ്ങളും ഇവിടെ ഒന്ന് ഓരോ റൗണ്ട് ഓടാൻ പോലും പറ്റാത്ത കുട്ടികളിൽ 3-4 റൗണ്ട് ഇപ്പോൾ ഓടി നല്ലൊരു ശക്തിയും നല്ലൊരു സ്ട്രെങ്തും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിൽ നഷ്ടപ്പെട്ടുപോയ കളിക്കളങ്ങൾ തിരികെ വന്നാൽ കുട്ടികൾക്കത് മാനസിക ഉല്ലാസത്തിനുള്ള അവസരം കൂടിയായി മാറും. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും മാറി സമൂഹത്തിലെ മികച്ച വ്യക്തിത്വങ്ങളായി കുട്ടികൾക്ക് വളരാനുള്ള പരിശീലനം കൂടി കായിക പരിശീലനത്തിനൊപ്പം നൽകുന്നുവെന്നും സംഘാടകർ പറയുന്നു. 24 കൊച്ചി.